പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ വിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് സമ്മാനിക്കാൻ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അദ്ദേഹത്തിന്റെ പക്കൽ കരുതാറുണ്ട്. മോദി നൽകുന്ന സമ്മാനത്തിന്റെ നാൾവഴികളും ചരിത്രങ്ങളും തേടിപ്പിടിക്കാൻ സോഷ്യൽ മീഡിയ മത്സരിക്കുന്ന കാഴ്ചയും നമുക്ക് പതിവാണ്. അത്തരത്തിൽ മോദി US സന്ദർശിച്ച വേളയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മുൻ പ്രസിഡന്റായ ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഉൾപ്പെടെ തന്നെ നിരവധി സമ്മാനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സമ്മാനങ്ങളുടെ പട്ടിക അമേരിക്ക പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ മോദി സമ്മാനിച്ച ചായപ്പൊടിയും കുങ്കുമപ്പൂവും ഉൾപ്പെടെയുള്ളവ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട 2024 കലണ്ടർ വർഷത്തിലെ വിദേശ സർക്കാരുകളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ഇന്ത്യൻ ഉന്നത ഉദ്യോഗസ്ഥരും നൽകിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുടെ വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിന്റെ തനത് കലയും സംസ്കാരവും പ്രതിഫലിക്കുന്ന ഈ സമ്മാനങ്ങൾ അമേരിക്കൻ ഔദ്യോഗിക രേഖകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത. ഇന്ത്യയും USഉം തമ്മിൽ അല്പം ഇടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ അഭിമാനം തെല്ലും വിടാതെ തന്നെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന നൽകുന്നതാണ് ഈ സമ്മാനങ്ങൾ ഇതിലൂടെ തന്നെ തെളിയിക്കുന്നത്. മാത്രമല്ല, മോദിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും ഒരിക്കലും ആതിഥ്യ മര്യാദ, സംസ്കാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ തോൽപ്പിക്കാൻ ട്രംപിനല്ല ഇനി മറ്റാർക്കും തന്നെ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു വസ്തുതയാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ ആഡംബര വെള്ളി ട്രെയിൻ സെറ്റാണ് പട്ടികയിലെ പ്രധാന ആകർഷണം. അതുപോലെ അതിൽ ഏകദേശം ഈ ഒരു ട്രെയിനിന് വില വരുന്നത് $7,750. ഏകദേശം 6.5 ലക്ഷം രൂപ വില മതിക്കുന്ന ഈ ഒരു സ്റ്റെർലിംഗ് സിൽവർ മെറ്റൽ ട്രെയിനാണ്, അതിൻ്റെ ഒരു സെറ്റാണ് നൽകിയത്. 2024 ജൂലൈ 16 മോദി ഇത് സമ്മാനിച്ചതായി തന്നെ രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ 2023 സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ തന്നെ തടിയിൽ തീർത്ത പെട്ടി, ഷോൾ, കുങ്കുമപ്പൂവ്, ചായപ്പൊടി എന്നിവയടങ്ങിയ ഒരു വിശിഷ്ടമായ കിറ്റും അവിടെ ബൈഡന് ലഭിച്ചിരുന്നു. എന്നാൽ ഇതിൽ തടിയിൽ നിർമ്മിച്ച ഈ പെട്ടിയും അതുപോലെ ഷോളും ദേശീയ ആർക്കൈവ്സിലേക്ക് മാറ്റിയപ്പോൾ കുങ്കുമപ്പൂവും ചായപ്പൊടിയും ആകട്ടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം അവിടെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. മുൻ പ്രഥമ വനിത ജിൽ ബൈഡനും ഭാരതീയ കലയുടെ ഒരു മാറ്റത്തെ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. $2,969, അതായത് ഏകദേശം 2.5 ലക്ഷം രൂപ വില മതിക്കുന്ന കാശ്മീരി പശ്മിന ഷോളായിരുന്നു പ്രധാനമന്ത്രി അന്ന് അവർക്ക് സമ്മാനിച്ചത്. മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ഭാരതീയ ഇതിഹാസ്യമായ രാസലീല ചിത്രീകരിച്ച ലോർഡ് കൃഷ്ണ രാസലീല സിൽവർ ബോക്സ് ആണ് മോദി നൽകിയത്. $1,330 ആയിരുന്നു ഇതിന്റെ മൂല്യമായി തന്നെ കണക്കാക്കിയിരിക്കുന്നത്. കമല ഹാരിസിന്റെ ഭർത്താവായ അദ്ദേഹത്തിന് ഒപ്പം തന്നെ വെള്ളിയിൽ തീർത്ത മനോഹരമായ ഒരു കഫിംഗും സമ്മാനമായി തന്നെ ലഭിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാകട്ടെ തന്റെ അമേരിക്കൻ സഹപ്രവർത്തകനായ ജേക്കബ് സള്ളിവന് കാശ്മീരി പശ്മീന ഷോളാണ് സമ്മാനമായി തന്നെ നൽകിയത്. എന്നാൽ ഇവിടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആകട്ടെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് നൽകിയതാകട്ടെ ഒരു വെങ്കലത്തിൽ തീർത്ത ശിവ നടരാജ വിഗ്രഹമാണ്. $3,700 വില മതിക്കുന്ന ഈ വിഗ്രഹം ഭാരതീയ തച്ചുശാസ്ത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി തന്നെ അമേരിക്കൻ മണ്ണിൽ അവിടെ മാറ്റുരയ്ക്കുന്നു എന്നത് എടുത്തു പറയാതെ വയ്യ. $480 കൂടുതൽ മൂല്യമുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് നിയമപരമായ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ US ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെയും ഇന്ത്യ ഒട്ടും തന്നെ അമേരിക്കയ്ക്ക് മുന്നിൽ തല കുനിക്കുന്നില്ല അല്ലെങ്കിൽ മുട്ടുമടക്കുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.